നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരു മനുഷ്യൻ ഒരു മയ്യത്തിനെ ചുമന്നുകൊണ്ട് പള്ളിയിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഓരോ ചുവട്ടടിക്കും പകരമായിട്ട് അള്ളാഹുവിന്റെ 40 പാവങ്ങളെ പുറത്തു കൊടുക്കുമെന്നാണ് ഹദീസ്. ഓരോ ചുവട്ടടിക്കും അവന്റെ പാപങ്ങൾ അള്ളാഹു ഇങ്ങനെ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു പാപവും അവശേഷിക്കാത്ത അവസ്ഥയിൽ അള്ളാഹുവിനെ എത്തിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വേറൊരു ഹദീസിൽ കാണാം, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ജനാസയെ പിന്തുടർന്നു കഴിഞ്ഞാൽ അള്ളാഹു അവന് ഖീറാത്ത് എന്ന് പറയുന്ന പ്രതിഫലമാണ് നൽകുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഖീറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു തരുമോ? അവിടുന്ന് പറയുകയാണ്, മിസ്ലു ജബലുൻ അദീം, പർവ്വത സമാനമായ നന്മയാണ്. പർവ്വത സമാനമായ നന്മയാണ്. ഉംറയ്ക്ക് പോയവർക്കറിയാം, ഉഹദ് മല കാണാത്തവരില്ല. ആ ഉഹദ് മലയോളം വലിപ്പമുള്ള നന്മ മയ്യത്തിനെ ചുമന്നുകൊണ്ട് മയ്യത്തിനെ അനുഗമിച്ചവന് അല്ലാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ തീർന്നോ സഹോദരാ? പള്ളിയുടെ മിഹ്റാബിന്റെ മുന്നിലോട്ട് മയ്യത്തിനെ കൊണ്ടുവരികയാണ്. ആ മയ്യത്തിന് വേണ്ടി നീ ജനാസ നമസ്കരിച്ചു കഴിഞ്ഞാൽ പള്ളിയിലെ ഖതീബ് കടന്നു വന്നു, മരണത്തെ കുറിച്ച് പറഞ്ഞു തന്നു, മയ്യത്ത് നമസ്കാരത്തിന്റെ രൂപവും പറഞ്ഞു തന്നു. ആ ഇമാമിന്റെ പിറകില് 4 തക്ബീറുകളോട് കൂടിയുള്ള ജനാസ നമസ്കാരം ആത്മാർത്ഥതയോടുകൂടി ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ എന്ന നീയത്തോടുകൂടി നീ നമസ്കരിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബാണ് അവിടുന്ന് പറഞ്ഞു തരുന്നത്. ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവേ, മലക്കുകളുടെ ദുആയാ. കാരണം അവൻ ചെയ്യുന്നത് ഫർള് കിഫായാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഒരു സമൂഹം മുഴുവനും ചെയ്യേണ്ട നന്മയാണ്. ആ നന്മയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. ആ നാട്ടുകാരൊക്കെയും നമസ്കരിച്ച പ്രതിഫലമാണ് മയ്യത്ത് നിസ്കരിക്കുന്ന വ്യക്തിക്ക് അല്ലാഹു നൽകുന്നത്. കിതാബിലുണ്ട്, മയ്യത്ത് നിസ്കാരം ഫർള് ഐനാണോ ഫർള് കിഫായാണോ? ഫർള് കിഫായാണ്. സമൂഹത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റക്കാരാകും. ഇനി ഏതെങ്കിലും 1, 2, 3, 4 ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ സമൂഹം മുഴുവനും കുറ്റവിമുക്തരാകും. അങ്ങനെയുള്ള കാര്യത്തിനാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഫർള് കിഫായ അമലാണ് മയ്യത്ത് നമസ്കാരം. ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മയ്യത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവനും നിസ്കരിക്കുന്ന പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മയ്യത്തിനെ കുളിപ്പിച്ചു, പൊതിഞ്ഞു, പള്ളിയിലോട്ട് കൊണ്ടുവന്നു, മയ്യത്ത് നിസ്കരിച്ചു, എന്നിട്ട് ഇറങ്ങി ഓടുന്നവരുണ്ട്. അതും പാടില്ല. അവസാനത്തെ ബാധ്യതയാണ് മയ്യത്തിന് നല്ല ചൂടാണെങ്കിലും നല്ല മഴയാണെങ്കിലും നല്ല തണുപ്പാണെങ്കിലും ഖബറിൽ ഇറക്കി വെച്ച് മുകളിലോട്ട് മണ്ണിട്ട് മൂടി ദുആ ചെയ്യുന്നത് വരെ അവിടെ നമ്മൾ നിലകൊള്ളണം. അങ്ങനെയൊന്നുമല്ലല്ലോ, ദുഹറിന്റെ സമയത്താണ് മയ്യത്തിനെ കൊണ്ടുവന്നതെങ്കിൽ നല്ല ചൂടാ, ഖബർസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ശരീരം പൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ഓടുന്നവരുണ്ട്. ചെയ്യല് പ്രിയപ്പെട്ടവരെ. ആ മയ്യത്തിനെ ഖബറടക്കിയിട്ട് ഖതീബ് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറയുന്നത് വരെയും നിങ്ങൾ അവിടെ നിലകൊള്ളണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നങ്ങനെയാണോ? മയ്യത്തിനെയൊക്കെ കൊണ്ടുപോയിട്ട് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ഓടി വരും, മലക്കോടി വരുന്നത് പോലെ. എന്നിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ 4 തക്ബീറൊക്കെ കൈ കെട്ടിയിട്ട് പെട്ടെന്ന് ഓടാണ്. അങ്ങനെയൊന്നും ചെയ്യരുത്. മയ്യത്തിനെ ഖബറടക്കുന്നത് വരെയും അവിടെ മയ്യത്തിനെ ഖബറടക്കുന്നത് വരെയും നീ അവിടെ നിലകൊള്ളണം. അത് ഏറ്റവും വലിയ സങ്കടത്തിന്റെ സമയമാണ്. എത്ര കരയാതെ പിടിച്ചു നിൽക്കുന്ന ആളാണെങ്കിലും വാപ്പ മരിച്ചിട്ട് ഇതുവരെയും കരയാത്തവൻ വാപ്പാനെ ഖബറിലോട്ട് ഇറക്കി വെച്ചിട്ട് ആ മുഖത്തിന്റെ ഭാഗത്തുള്ള ആ വെള്ളത്തുണി മാറ്റിയിട്ട് ഒരു പിടി മണ്ണെടുത്ത് കുഴച്ച ആ കവിളിന്റെ അടിയിലോട്ട് വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് കാണുന്ന സമയം ഏത് കരയാത്തവനും കരഞ്ഞു പോകും. അതൊരു വല്ലാത്ത സമയമാണ്.
അതൊരു വല്ലാത്ത സമയമാണ്. പ്രധാനമായിട്ടും ഒരു മരണ വീട്ടിൽ 2 സമയത്താണ് നിലവിളികൾ ഉയരുന്നത്. പ്രധാനമായിട്ടും ഒരു മരണ വീട്ടിൽ 2 സമയത്താണ് നിലവിളികൾ ഉയരുന്നത്. ഏതൊക്കെയാണ് ആ 2 സമയം? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പ്രധാനമായിട്ടും മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരച്ചിലുയരുന്ന സമയം അതാ പള്ളിയുടെ ഏതോ ഒരു മൂലയിലിരിക്കുന്ന മയ്യത്ത് കട്ടില് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു വെച്ചു. മയ്യത്തെടുത്തിട്ട് ആ കട്ടിലോട്ട് എടുത്തു വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മയ്യത്തിനെ ചുമന്നുകൊണ്ട് ആളുകൾ പള്ളിയിലോട്ട് നടക്കുന്ന സമയമുണ്ടല്ലോ. എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഭാര്യയെ കൊണ്ടുപോകല്ലേ, എന്റെ മക്കളെ കൊണ്ടുപോകല്ലേ, എന്റെ വാപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, ആർത്ത് നിലവിളിക്കുന്നൊരു സമയമുണ്ട് മുസ്ലിമേ. പരസ്പരം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് പരസ്പരം സ്വാതന്ത്ര്യപ്പെടുത്താൻ പോലും പറ്റാത്ത സമയമാണ്. ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി ഉയരുന്ന സമയമാണ്. അതാണ് ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരച്ചിൽ ഉയരുന്ന സമയം. മയ്യത്ത് പള്ളിയിലോട്ട് എടുത്തു കൊണ്ടുപോകുന്ന സമയമാണ്. രണ്ടാമത്തെ സമയം ഏതെന്നറിയോ? മയ്യത്ത് കട്ടിലിൽ നിന്നും മയ്യത്തെടുത്ത് ഖബറിലോട്ട് വെക്കുന്ന സമയമുണ്ടല്ലോ. ഖബർ കുഴിക്കുന്ന മനുഷ്യരാ മയ്യത്തിനെ ഏറ്റുമേടിക്കുന്നൊരു സമയമുണ്ട്. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് മയ്യത്തിനെ എടുത്ത് ഖബറിലോട്ട് വെക്കുന്ന സമയം അല്ലാഹ്, എത്ര കരയാതെ പിടിച്ചു നിൽക്കുന്നവനും കരഞ്ഞു പോകുന്ന സമയമോ. കാരണം മയ്യത്തിന്റെ മുഖത്ത് നിന്ന് വെള്ളത്തുണി മാറ്റുകയാണ്. കവിളിലോട്ട് പെങ്ങളെ ഒരു മണ്ണെടുത്ത് കുഴച്ചു വെക്കുന്ന സമയമാണ്. നല്ല പൗഡറും ഇട്ട് കോസ്മെറ്റിക് ഐറ്റംസും തേച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങാൻ ഇന്ന് നിനക്ക് മടിയല്ലേ? പച്ച മണ്ണെടുത്തിട്ട് കുഴച്ച് കവിളിലോട്ട് വെക്കുന്നൊരു സമയമുണ്ട്. യാ അല്ലാഹ്. എന്നിട്ട് ആ മയ്യത്തിന്റെ മുകളിലോട്ട്, ഖബറിന്റെ മുകളിലോട്ട് പലക നിരത്തുകയാണ്. ആ പലകയുടെ വിടവിലൂടെ താഴോട്ട് മണ്ണ് വീഴാതിരിക്കാൻ സമീപത്തുള്ള ഇല പറിച്ചങ്ങോട്ട് നിരത്തുകയാണ്. അല്ലാഹ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മക്കളതാ 3 പിടി മണ്ണ് വാരിയെടുത്തുകൊണ്ട് നിന്റെ ഖബറിന്റെ മുകളിലോട്ട് ഇടുന്നൊരു സമയമുണ്ടല്ലോ. നിന്റെ ഖബറിന്റെ മുകളിലോട്ട് മണ്ണിടുന്നൊരു സമയമുണ്ടല്ലോ. ഖബർ കുഴിക്കുന്ന മനുഷ്യരെല്ലാവരും മണ്ണ് വെട്ടിയിടുകയാണ്. 2 മീസാൻ കല്ല് വെക്കുകയാണ്. 2 ചെടി വെക്കുകയാണ്. ഇമാം അവിടുന്ന് ഫാത്തിഹ ഓതുകയാണ്. നിനക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നിനക്ക് വേണ്ടി എല്ലാവരും കണ്ണുനീരോടെ ആമീൻ പറയുന്ന ദിവസം എല്ലാവരും നിനക്ക് വേണ്ടി ദുആ ചെയ്തു. ഖതീബ് നിന്നോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ആളുകളെല്ലാവരും പിരിയാൻ ആരംഭിക്കുകയോ, ആളുകളെല്ലാവരും പിരിയാൻ ആരംഭിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മുസ്ലിമേ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കരയുന്ന സമയമോ.
ഖബറിന്റെ അകത്ത് കിടക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കരയുന്ന സമയം എപ്പോഴെന്നറിയോ? അതാ ജനിപ്പിച്ച മക്കള് തന്റെ അരികിൽ നിന്ന് പോകുന്ന സമയമുണ്ടല്ലോ. എന്തേ കുറച്ചു നേരം പോലും എന്റെ അരികിൽ എന്റെ മകൻ നിൽക്കാത്തതെന്താണ്? ഉമ്മ ചോദിക്കുകയാണ്, കഷ്ടപ്പെട്ടാണല്ലോ റബ്ബേ ഞാൻ ഇവനെ പ്രസവിച്ചത്. നൊന്ത് പ്രസവിച്ച അന്നം കൊടുത്ത് വളർത്തി എന്റെ പൊന്നുമോന് നാട്ടുകാര് പോകുമ്പോൾ കൂടെ പോകുന്നുവല്ലോ അല്ലാ. എന്റെ അരികിൽ ഒരല്പസമയമെങ്കിലും നിന്നിരുന്നെങ്കിലെന്ന് ഉമ്മ നമ്മൾ നോക്കി നിലവിളിക്കുന്ന സമയമാണ് സഹോദരാ. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തന്നത്, ഒരു മരിച്ച മയ്യത്തിനെ കബറടക്കിയിട്ട് പെട്ടെന്ന് നിങ്ങൾ പിരിഞ്ഞു പോകല്ലേ. ഒരൊട്ടകത്തിനെ അറുത്തിട്ട് അതിന്റെ ഇറച്ചി വിതരണം ചെയ്യുന്ന സമയമെങ്കിലും ആ ഖബറിന്റെ ചുവട്ടിൽ നിങ്ങൾ നിലകൊള്ളണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. കാരണം തന്നെ ഖബറടക്കിയിട്ട് പിരിഞ്ഞു പോകുന്ന മനുഷ്യരുടെ ചെരുപ്പിന്റെ ശബ്ദം ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ കേൾക്കുമെന്നാണ്. തന്നെ ഖബറടക്കിയിട്ട് അവസാനമായിട്ട് പോകുന്ന മനുഷ്യന്റെ കാലിന്റെ ചെരിപ്പടി ശബ്ദം ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ കേട്ട് പൊട്ടിക്കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മയ്യത്തിനെ കബറടക്കിയിട്ട് പെട്ടെന്ന് പോകരുത്. ആ മയ്യത്തിനോടുള്ള ബാധ്യതയിൽ പെട്ടതാണ് സഹോദര. ആ മയ്യത്തിന് വേണ്ടി നീ ഒരല്പ സമയമെങ്കിലും അവിടെ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ഇന്ന് നമ്മുടെ കൗമിന്റെ അവസ്ഥ എന്താ? ഇതൊക്കെ പറയേണ്ട കാര്യം തന്നെയല്ലേ? വാപ്പാടെ മയ്യത്തിനെ കൊണ്ടുപോയിട്ട് കബറടക്കി ഖത്തീബ് ദുആ ചെയ്ത് റൂമിലോട്ട് എത്തുന്നതിന് മുമ്പ് മകൻ വണ്ടിയെടുത്ത് വീട്ടിലെത്തുന്ന കാലം. അല്ലാഹു കാക്കുമാറാവട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. മയ്യത്തിന് വേണ്ടി നിലകൊള്ളണം. ഖബറടക്കാൻ കൂടെ ഉണ്ടാകണം. 3 പിടി മണ്ണതിന്റെ മുകളിലോട്ട് വാരിയിടണം. ഖത്തീബിന്റെ ദുആക്ക് ആമീൻ പറയണം. സലാം പറഞ്ഞിട്ടാണ് നീ പിരിഞ്ഞു പോകുന്നതെങ്കിൽ അല്ലാഹു നിനക്ക് 2 ഖിറാത്ത് പ്രതിഫലം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 ഖിറാത്ത് എന്ന് പറഞ്ഞാൽ 2 പർവ്വത സമാനമായ നന്മകൾ അല്ലാഹു നിനക്ക് തരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ, അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മയ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളായി പറഞ്ഞു തന്നത്, 1 ഇന്നാ ലില്ലാഹി പറയണം. 2 ആ മയ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. 3 ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ പറ്റുമെങ്കിൽ നീ കുളിപ്പിക്കണം. 4 ആ മയ്യത്തിനെ പൊതിയാൻ പറ്റുമെങ്കിൽ നീ പൊതിയണം. 5 ആ മയ്യത്തിനെ ചുമക്കാൻ പറ്റുമെങ്കിൽ നീ ചുമക്കണം. 6 ആ മയ്യത്തിന് വേണ്ടി നീ നമസ്കരിക്കണം. 7 ആ മയ്യത്തിനെ നീ ഖബറടക്കാൻ കൂടെ ഉണ്ടാകണം. മയ്യത്തിനെ കബറടക്കിയോണ്ടെല്ലാം തീർന്നോ? മയ്യത്തിനെ കബറടക്കിയത് കൊണ്ട് എല്ലാം തീർന്നോ? അങ്ങനെ ധരിച്ചു വെച്ചോ നമ്മള്? അങ്ങനല്ല. മയ്യത്തിനെ കബറടക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 40 ദിവസം ഓരോ മയ്യത്തും ഖബറിന്റെ അകത്ത് വല്ലാണ്ട് സങ്കടത്തിലാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് നമ്മുടെ ആലിമീങ്ങൾ 3 നടത്താൻ പറഞ്ഞത്? ഇവിടെ കണ്ണോക്കെന്നല്ലേ പറയുന്നത്? അങ്ങനെയല്ല പറയുന്നത്. കണ്ണോക്ക് എന്തിനാ നടത്താൻ പറഞ്ഞത്? എന്തിനാണ് 7 നടത്തുന്നത്? എന്തിനാണ് 11 നടത്തുന്നത്? എന്തിനാണ് 40 നടത്തുന്നത്? എന്തിനാണ് ആണ്ട് നടത്തുന്നത്? നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കാനാ? നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കാനാണോ? അല്ല. 3ന്റെ അന്നാണ് ഒരു മരിച്ച മയ്യത്തിന്റെ കണ്ണ് വെളിയിലോട്ട് പോകുന്നത്. അതിനെയാണ് കണ്ണോക്കെന്ന് പറയുന്നത്. ലോകം മുഴുവനും കണ്ട അവന്റെ കണ്ണ് വെളിയിലോട്ട് ഉതിർന്ന് വീഴുന്ന സമയമാണ് ഖബറടക്കിയിട്ട് 3ാമത്തെ ദിവസം. മയ്യത്തിന്റെ പ്രയാസം എന്തായിരിക്കും? ആ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ആ മയ്യത്തിനൊരൽപ്പം ആശ്വാസം പകരാനാണ് നമ്മുടെ ഇമാമിയങ്ങൾ പറഞ്ഞു തന്നത്, മയ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേ. 7-നോ 9-നോ 11-നോ ആയിരിക്കും മയ്യത്തിന്റെ വയറ് വീർത്തിട്ട് പൊട്ടുന്നത്. ഇതൊക്കെ നാട്ടുകാർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്. സ്വന്തം നഫ്സിനോട് ചേർത്ത് വായിക്ക് പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ. നാളെ നമ്മൾ മരിച്ചാൽ നാളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന നമ്മുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ
ഈ മുഖം 3-ന്റെ അന്ന് നീല കളറായിട്ട് മാറും. ഈ കണ്ണ് വെളിയിലോട്ട് വരും. 7-നോ 9-നോ 11-നോ നമ്മുടെ വയറ് വീർത്ത് പൊട്ടും. വയറിന്റെ അകത്ത് കിടക്കുന്ന എല്ലാ കൊടലും മാലയും വെളിയിലോട്ട് വരും. മയ്യത്ത് ആ സമയത്തും വല്ലാത്ത പ്രയാസത്തിലായിരിക്കും. ഒരൽപ്പം ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയാണ് അന്നും എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ നമ്മുടെ ആലിമീങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞു തന്നത്. 40-ന്റെ അന്നാകുമ്പോൾ മരിച്ച മയ്യത്തിന്റെ എല്ലിൽ നിന്നും ഇറച്ചിയെല്ലാം വേർപെട്ട് ഏതാണ്ട് ഒരു 70% അസ്ഥികൂടമായിട്ട് മാറുമെന്നാണ്. 40 ദിവസം കഴിയുമ്പോൾ, മനസ്സിലാക്കണം, ചിരിക്കാൻ വേണ്ടി പറയണല്ല, 40 ദിവസം കഴിയുമ്പോൾ ഒരു മരിച്ച മയ്യത്തിന്റെ എല്ലിൽ നിന്നും ഇറച്ചിയെല്ലാം വേർപെട്ട് ഇറച്ചി മാത്രമായിട്ട് എല്ലും കഷ്ണം മാത്രമായിട്ട് അസ്ഥികൂടമായിട്ട് ആ മയ്യത്ത് മാറുമെന്നാണ്. ഈ സമയങ്ങളിലെല്ലാം മയ്യത്ത് വല്ലാണ്ട് ബേജാറില്ല. ഈ 40 ദിവസവും അതാണ് നമ്മുടെ ഇമാമിങ്ങൾ പറഞ്ഞു തന്നത്, നല്ലവരായ തസവുഫിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തന്നത്. 40 ദിവസവും വീടിന്റെ അകത്ത് ദിക്ർ നടത്തണമെന്ന് വെറുതെ പറഞ്ഞതെന്നല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മയ്യത്തിന് വേണ്ടി, ഒരു വാപ്പാക്ക് വേണ്ടി ഒരു മകൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ വാപ്പാക്ക് അതിന്റെ പ്രതിഫലമുണ്ട്. അള്ളാന്റെ റസൂല് പറഞ്ഞു തന്നില്ലേ, നാളെ പരലോകത്ത് അള്ളാഹു ഒരു പിതാവിന് വലിയ സ്ഥാനം കൊടുക്കാണ്, സ്വർഗത്തിൽ ഉയർന്ന ദർജ കൊടുക്കുകയാണ്. ആ പിതാവ് അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഇത്രയും വലിയ പ്രതിഫലം കിട്ടുവാൻ ഞാനൊരു അമലും ചെയ്തിട്ടില്ലല്ലോ, ജന്നാത്തുൽ ഫിർദൗസ് കിട്ടുവാൻ ഞാൻ ഒരുപാട് നന്മകളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് നീ ജന്നാത്തുൽ ഫിർദൗസ് നീ എനിക്ക് തന്നത്? അവിടുന്ന് അല്ലാഹു പറയുകയാണ്, മനുഷ്യ, നിന്റെ നന്മകൾ കൊണ്ടല്ലോ, നിന്റെ നന്മകൾ കൊണ്ട് കിട്ടിയതല്ല. നീ മരിച്ചിട്ട് നിന്റെ മക്കള് നിന്നെ മറന്നു കളഞ്ഞില്ല. നിന്റെ മക്കള് 3-ന്റെ അന്ന് നിനക്ക് വേണ്ടി ഒരു സദസ്സ് നടത്തി. നിന്റെ മക്കള് നീ മരിച്ചിട്ട് 40-ന്റെ അന്ന് ദിക്ർ നടത്തി. നിന്റെ മക്കള് നിനക്ക് വേണ്ടി ജാരിയായ സ്വതക്കകൾ നൽകി. നിന്റെ മക്കള് നിനക്ക് വേണ്ടി പള്ളിക്ക് കൊടുത്തു. അതിന്റെ പ്രതിഫലമാണ് ജന്നാത്തുൽ ഫിർദൗസ് നിനക്ക് കിട്ടാൻ കാരണമായതെന്ന് അല്ലാഹു ആ മനുഷ്യനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ? അവൻ ചെയ്ത നന്മകളല്ല, അവന്റെ മക്കള് ചെയ്ത നന്മകൾ മുഖാന്തരം അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകും. അതാണ് വേണ്ടത്. നമ്മുടെ മക്കളോടൊക്കെ നമ്മൾ വസിയത്ത് ചെയ്യണം, മോനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ഹത്തമോദ്, എനിക്ക് വേണ്ടി ജാരിയായ സ്വതക്ക കൊടുക്ക്, സമ്പാദിച്ചു കൂട്ടി കുറെ വെച്ചിട്ടില്ലേ, മക്കൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി പറക്കി കൊടുത്തിട്ടില്ലേ? എത്ര വാപ്പാമാര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നീ ഒരു ഹത്തമോദണമെന്ന്. എത്ര ഉമ്മമാര് മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നീ ആയിരിക്കണം എന്നെ മയ്യത്ത് കുളിപ്പിക്കണമെന്ന്. നമ്മളിൽ പെട്ടവരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്? ഇതുപോലെ വാളിന്റെ മജ്ലിസിൽ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? യഥാർത്ഥ ഉമ്മയാണെങ്കിൽ, നമ്മളൊരു യഥാർത്ഥ ഉമ്മയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വസിയത്ത് ചെയ്തിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.